ഇന്ന് പൊന്നാങ്കണ്ണി ചീര വെച്ചിട്ടുള്ളൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെയിലത്തിരിക്കുന്ന പൊന്നാങ്കണ്ണി ചീര നല്ല ചുവന്ന കളറിലുള്ളതും തണലത്തിരിക്കുന്ന നല്ല പച്ച കളറിലുള്ളതുമാണ്. അപ്പോൾ ഇത്രയും പൊന്നാങ്കണ്ണി ചീര വിളവെടുത്തിട്ടുണ്ട്. അല്പം വെള്ളത്തിൽ വെച്ച് ഒരു 15 മിനിറ്റ് കുതിർത്തതിന് ശേഷം കഴുകിയെടുത്ത് നന്നായി അരിഞ്ഞെടുക്കാം. ചട്ടി ചൂടായി കടുക് വറുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ ഞാൻ സവോള ഇട്ടിട്ടുണ്ട്. കൂടെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും ഒക്കെ ചേർന്ന മിശ്രിതവും കൂടി ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കാവുന്നതാണ്. കൂടെ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര തോരൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ചെറു തീയിൽ വെച്ച് നന്നായിട്ട് തന്നെ ഇതിനെ വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പം കരിവേപ്പിലയും കൂടി നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പെല്ലാം തന്നെ പാകത്തിനുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര തയ്യാറായി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് നമുക്ക് തോട്ടത്തിൽ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ധാരാളം വൈറ്റമിൻ എയും മിനറൽസും ഫൈബേഴ്സും ഒക്കെ റിച്ചാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.